जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सतां पते. നമസ്കാരം. ഇന്ന് കർക്കിടകം 21 സുന്ദരകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുന്ദരകാന്ഡം എന്ന് പറയുന്ന ഈ പഞ്ചമകാന്ഡം മറ്റു കാണ്ഡങ്ങൾക്കാൾ തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് ആ പേര് തന്നെ വ്യത്യസ്തമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡത്തിന് സുന്ദരകാന്ഡം എന്ന പേര് വന്നത് എന്ന് നമുക്ക് ആചാര്യനോട് ആദ്യത്തെ ചോദ്യമായി തന്നെ ചോദിക്കാം. സ്വാഗതം ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രക്ക്. അദ്ദേഹത്തിനോട് സുന്ദരകാന്ഡത്തിന് എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്നൊരു പേര് വന്നത്? മറ്റു കാണ്ഡങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് തന്നെ ബാലകാന്ഡത്തിന് നമുക്കറിയാം ബാലകാന്ഡത്തിന് എന്തുകൊണ്ടാണ് ബാലകാന്ഡമെന്നും അയോധ്യാകാന്ഡത്തിന് അയോധ്യാകാന്ഡമെന്നും. പക്ഷെ ഇത് വിഭിന്നമായിക്കൊണ്ട് സുന്ദരകാന്ഡം എന്ന എന്തുകൊണ്ടാണ് കവി അങ്ങനെ പേര് കൊടുക്കാൻ കാരണം? അതൊന്ന് വിശദീകരിക്കും. നമുക്ക് മനനം ചെയ്യാവുന്ന വിഷയമാണ്, നോക്കാം. ഇവിടെ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തിയെ പറ്റി നമുക്കൊന്ന് പര്യാലോചിക്കാം. രാമായണത്തിലെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, അടുത്ത കാണ്ഡമാണ് സുന്ദരകാന്ഡം. അതുപോലെ 6ാമത്തെ കാണ്ഡം യുദ്ധകാന്ഡമാണ്. പിന്നീട് ഉത്തരകാണ്ഡവും ഉള്ളതായി പറയപ്പെടുന്നു, ഉത്തരഭാഗം. ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള കാണ്ഡങ്ങളുടെ പേരിൽ നിന്ന് തന്നെ ആ കാണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്ന കഥാഗതിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും, യാതൊരു സംശയമില്ല. പക്ഷേ സുന്ദരകാന്ഡം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കൊടുത്തു എന്ന കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. ഇതിന് ആധികാരികമായ രേഖകളുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ആ കാണ്ഡം വളരെ സുന്ദരമായ കാണ്ഡമാണെന്ന് വ്യാഖ്യാനിച്ചാൽ പോലും ശരിയാവില്ല. അപ്പൊ മറ്റു കാണ്ഡങ്ങൾക്ക് അതിൻ്റെതായ സൗന്ദര്യമില്ലേ എന്ന് ചോദിക്കാം. രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങൾക്കും എല്ലാ സർഗങ്ങൾക്കും ഒന്നുപോലെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സുന്ദരകാന്ഡത്തിന് മാത്രം പ്രത്യേക സൗന്ദര്യം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്കതിനെ കാണുവാനും കഴിയില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ സുന്ദരകാന്ഡം എന്ന പേര് ഇതിന് വന്നു ഭവിച്ചത് എന്ന് നമുക്ക് മനനം ചെയ്യാം. കാരണം മനുഷ്യരെല്ലാ കാര്യങ്ങളും മനനം ചെയ്താണ് കണ്ടെത്തുന്നത്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എങ്കിലും ഈ കാണ്ഡത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്, ശ്രീരാമന്റെ ദൂതനായ ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നതാണ്. സീതാദേവിയെ കാണുന്നു, രാമപത്നിയെ ദർശിക്കുന്നു. തൻ്റെ ദൗത്യം എന്താണോ ആ ദൗത്യം നിറവേറ്റുന്നതിന് രാമദൂതനായി ലങ്കയിലെത്തി രാവണന്റെ രാജധാനിയിൽ കഴിയുന്ന, അല്ലെങ്കിൽ ആ ശിംശവാമൂലത്തിൽ കഴിയുന്ന സീതാദേവിയെ ഹനുമാൻ കാണുന്നു. അത് വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദേവിയെ ഹനുമാൻ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ ഒരു ദൃശ്യം. അതിനപ്പുറത്തൊരു ദൃശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ വാൽമീകി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കാർക്കും കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം ആദിമഹാകവിയാണ് അദ്ദേഹം. ഈ കവികളും ഋഷിമാരും എന്തുദ്ദേശിച്ചു എന്നുള്ളത് ഇന്നത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. പിന്നെ വൈദിക ധർമ്മം ആചരിക്കുന്ന ഭാരതത്തിലെ ഋഷീശ്വരന്മാര് വ്യാകരണത്തിലൂടെയും അതുപോലെ നിരുക്തത്തിലൂടെയും ബ്രാഹ്മണങ്ങളിലൂടെയൊക്കെ പല ഭാഗങ്ങളുടെയും അർത്ഥം കണ്ടെത്തുന്നതിന് പരിശ്രമിച്ചിട്ടുണ്ട്. ആ രീതിയിൽ മാത്രമേ, ഈ ഭാഷ്യങ്ങളിലൂടെ മാത്രമേ ഇതിന്റെയൊക്കെ അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലും നമ്മെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ സുന്ദരകാന്ഡത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ രാമായണത്തിന്റെ ആ കഥയ്ക്ക് പോലൊരു മാറ്റം ഉണ്ടാവുന്നത് സുന്ദരകാന്ഡത്തിലാണ്. കാരണം ആഞ്ജനേയൻ, രാമന്റെ ദൂതൻ ഹനുമാൻ ലങ്കയിലെത്തി രാവണന്റെ ആ ലോകത്ത് ധർമ്മസമരം ചെയ്യുന്ന സീതാദേവി, അധർമ്മത്തിനെതിരെ പോരാടുന്ന, രാക്ഷസ പ്രഭുത്വത്തിനെതിരെ പോരാടുന്ന
സീതാദേവിയെ കാണുന്നു. അതൊരു വലിയ സംഭവം തന്നെയാണ്. ദേവിയെ കണ്ട് ആ അങ്കുലീയം കൊടുത്ത് താൻ രാമദൂതനാണെന്ന് ദേവിയോട് അരുളി ചെയ്ത് ആ ദേവിയുടെ സാക്ഷാൽ സീതാമാതാവിന്റെ അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ആ ഒരു ദൃശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, രാവണന്റെ ചൈത്യപ്രാസാദം മുതലുള്ള ആ രമ്യകർമ്മ്യങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരം അത് വളരെ മനോഹരമായിരുന്നു. രാവണന്റെ ലങ്ക എന്ന് പറയുന്നത് സ്വർണമയിയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ആ അർത്ഥത്തിൽ ഇതിന് ആ ഒരു പേരും ചില വ്യക്തികൾ കൊടുക്കാറുണ്ട്. കാരണം ഏത് ഭാഗവും എങ്ങനെയും ആർക്കും വ്യാഖ്യാനിക്കാം. അത് അവരവരുടെ മനോധർമ്മത്തിനനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ രാമദൂതനായ ആഞ്ജനേയൻ ദേവിയെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് രാമഭക്തന്മാർക്കും, പ്രത്യേകിച്ച് ഈ രാമഭക്തി സാമ്രാജ്യത്തിൽ മുഴുകി ജീവിക്കുന്ന നമ്മെപ്പോലുള്ള സാധാരണക്കാർക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇപ്പൊ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം രാമന്റെ പാതയാണ് എല്ലാ ധർമ്മവിശ്വാസികളുടെയും, സനാതന ധർമ്മവിശ്വാസികളുടെയും ശാശ്വതമായ ആ ഒരു പാത. ആ പാത അനന്തമാണ്, അത് അർത്ഥപൂർണമാണ്, എല്ലാ സങ്കല്പങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രാമന്റെ മാർഗം വിട്ടിട്ട് ജീവിക്കുവാൻ സനാതന ധർമ്മവിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ദേവിയെ ദർശിക്കുന്ന ആ ഭാഗം എന്തുകൊണ്ടും മനോഹരമാണ്, സുന്ദരമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ ഒരു ഭാഗം നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. വൈദിക ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ആധാരശിലകളായ ആ വേദങ്ങളെ പ്രമാണമാക്കി ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ട്. ആ സമൂഹത്തിന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പേര് ഹൈന്ദവ ധർമ്മവിശ്വാസികൾ എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാമനും രാമദൂതനും സീതയും കഴിഞ്ഞിട്ടേ മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആ സമാഗമം, ദേവിയെ ഹനുമാൻ കാണുന്ന ആ ഒരു എന്താ പറയുന്നത്, ആ സംഗമം, അതിനപ്പുറത്തൊരു സൗന്ദര്യം ഇല്ല എന്നതാണ് പറയാനുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു സങ്കല്പം ഉണ്ടാകട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ജയ് സീതാറാം. ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഈ സുന്ദരകാണ്ഡത്തിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ ഹനുമാന്റെ പ്രഭാവവും സാന്നിധ്യവുമുണ്ട്. വാനരന്മാരെ ഒരു സുന്ദരഗളം എന്ന രീതിയിൽ ചിലപ്പോൾ വർണ്ണിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അതും അതൊരു മറ്റൊരു കാഴ്ചപ്പാടാണോ? ശരിയായ ഹനുമാന്റെ വീരശൂര പരാക്രമം ലങ്കയിൽ കാണുന്നുണ്ട്. കാരണം ഹനുമാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു വിശേഷണമാണ്. ബലമുള്ള ഹനുക്കളോട്, താടിയല്ലോട് കൂടിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹനു എന്ന് വെച്ചാൽ താടിയല്. നല്ല ബലമുള്ള താടിയല്ലോട് കൂടിയ വ്യക്തിയാണ് ഹനുമാൻ. അദ്ദേഹത്തിന്റെ രൂപഭാവത്തെ വർണ്ണിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമാണ്. ആഞ്ജനേയൻ എന്നാണ് ശരിയായ പേര്. അദ്ദേഹം സുഗ്രീവന്റെ മന്ത്രിയാണ്, മഹാമന്ത്രിയാണ്, മഹാവിദ്വാനാണ്. അപ്പോ ഹനുമാൻ ലങ്കയിലെത്തി ഹനുമാൻ രാവണനോട് ഏറ്റുമുട്ടുന്നു എന്നുള്ളത് ഒരു വലിയ ശാസ്ത്രാർത്ഥ സത്യമാണ്, നിസ്സാരമല്ല. കാരണം ആഞ്ജനേയന് മാത്രമേ രാക്ഷസപ്രഭുവായ രാവണനോട് എല്ലാ അർത്ഥത്തിലും ഏറ്റുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള പശ്ചാത്തലം, അല്ലെങ്കിൽ അദ്ദേഹം അത്രമാത്രം അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു, അല്ലെങ്കിൽ ഈ ധർമ്മബോധം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഹനുമാൻ. പ്രത്യേകിച്ചും രാമദൂതനാണ്. രാമനെ മാത്രമേ ഹനുമാൻ ജഗദ്ഗുരുവായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ ഗുരുത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹനുമാൻ ലങ്കയിൽ കാണിച്ച പരാക്രമങ്ങളെല്ലാം വിശ്വവിഖ്യാതങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് സുന്ദരം തന്നെയാണ്. ആ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സൗന്ദര്യം ചോർന്നു പോകുന്നില്ല. അപ്പോ ആ അർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും ഈ ആഞ്ജനേയന്റെ, മഹാനുഭാവനായ ആഞ്ജനേയന്റെ പ്രകടനം ലങ്കയിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ആ രീതിയിലും നമുക്ക് ഈ ഒരു കാണ്ഡത്തെ സുന്ദരകാന്ഡമെന്ന് വിശേഷിപ്പിക്കാം. വിവിധ വശങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ദേവിയെ കാണുന്നു. ദേവിയെ കാണുക എന്നുള്ളത് ഈ സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്ന സമൂഹത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദേവീ ദർശനം, ഇപ്പൊ സീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയാണ്, ഈ പറയുന്ന പോലെ ജഗത് ജനനിയാണ്. ആ ജഗത് ജനനിയെ രാമദൂതൻ കാണുന്നു. അവരുടെ ആ ഒരു സംഗമം അത്
തീർച്ചയായിട്ടും സുന്ദരമായിട്ട് തന്നെ നമുക്ക് കാണണം, കണ്ടേ മതിയാവുന്ന അർത്ഥം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മളുടെ ചുരുങ്ങിയ സമയത്തില് കാതലായ കാര്യം ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ആചാര്യൻ സൂചിപ്പിച്ച പോലെ വളരെയധികം സുന്ദരമായ നിമിഷങ്ങളിൽ കൂടിയാണ് ഈ സുന്ദരകാന്ഡം കടന്നു പോകുന്നത്. ഹനുമാന്റെ മുഴുവൻ സാന്നിധ്യവും ഈ സുന്ദരകാന്ഡത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സുന്ദരകാന്ഡം എന്ന മറ്റു കാണ്ഡങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് സുന്ദരകാന്ഡം എന്ന പേര് ഒരുപക്ഷെ കവി നൽകിയത് എന്ന് നമുക്ക് ചിന്തിക്കാം. 21ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നാളെ 22ാമത്തെ എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി വരും. നമസ്കാരം. നമസ്കാരം. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ